അളിയ എന്തത്ര ലേറ്റ് ആയേ? അല്ല പെട്ടെന്ന് വരുന്ന പറഞ്ഞ് പോയല്ലേ. ചേച്ചിയാണെങ്കിൽ ആകെ ടെൻഷനായി. പൂജയും ഹോമവും ഒക്കെ കഴിഞ്ഞില്ലേ? എല്ലാം റെഡിയല്ലേ? ശിവാനി എവിടെ? മുകളിലാണോ? എന്താ എല്ലാരും മിണ്ടാ നിക്കുന്നേ? ചെന്നവളെ വിളിച്ചോണ്ട് വാ. ഡാഡ്, അവരിതുവരെ എത്തിയിട്ടില്ല. വന്നില്ലെന്നോ? അതെ അളിയ, ശിവാനി നിശ്ചയത്തിന് വന്നില്ല. ഇതെന്താ കുട്ടികളിയാണോ വിചാരം? മുഹൂർത്തത്തിന് സമയം കഴിയാറായിട്ടും കല്യാണ പെണ്ണ് വന്നില്ല എന്ന് വെച്ചാൽ എന്താ അർത്ഥം? തൃശ്ശൂര് വിളിക്കാൻ പോയിട്ട് അവനോടെ? അവനും എത്തിയിട്ടില്ല അളിയ. ഫോൺ ചെയ്തിട്ട് കിട്ടുന്നുമില്ല. ഇപ്പൊ അവനെ അന്വേഷിച്ച് മധുമതി അങ്ങോട്ട് പോയിട്ടുണ്ട്. ഒന്ന് ഫോൺ ചെയ്തിട്ട് എവിടെയാണെന്ന് ചോദിക്കും. മധു വന്നല്ലോ. മധു, ശിവാനി എവിടെ? കണ്ടില്ലല്ലോ. എടി, നിന്നോടല്ലേ ചോദിച്ചത്? അതെ, ആ വീട്ടിൽ ശിവാനി ഇല്ല. വീട് പൂട്ടിക്കിടക്കുക. തൃശ്ശൂർ ഞാൻ എല്ലായിടത്തും നോക്കി. ശിവാനി എവിടെയും കാണാനില്ല. തൃശ്ശൂരും ഉണ്ടായിരുന്നില്ല. നിങ്ങൾ എല്ലാരും ഇങ്ങനെ പറഞ്ഞോണ്ടിരുന്ന എങ്ങനെ ശരിയാവാ? ശിവാനി എവിടെ പോയേ? മുഹൂർത്ത സമയമായിരിക്കുന്നു. തിരുമേനി, ഒരു 5 മിനിറ്റ് കൂടി. മുഹൂർത്ത സമയം കഴിഞ്ഞു. മാഡം, മുഹൂർത്ത സമയം കഴിഞ്ഞു. ഇനി ആ സ്വപ്നം എന്തായാലും നടക്കാനേ പോകുന്നില്ല. ഒരു പേടി ഇനി വേണ്ട. എല്ലാ സംഭവം സോൾവ് ആയി. മാഡം അതിൽ നിന്ന് രക്ഷപ്പെട്ടു. ദൈവത്തോടൊന്ന് പ്രാർത്ഥിക്കും. ഇനി ഒന്നും പേടിക്കാനില്ല മാഡം. നിനക്ക് കുറച്ചെങ്കിലും മനുഷ്യത്വമുണ്ടോ? എന്തിനാ എന്നെ ഇട്ടിങ്ങനെ ദ്രോഹിക്കുന്നേ? ഇനിയെങ്കിലും വാതിൽ തുറക്കുന്നുണ്ടോ ഇല്ലയോ? മാഡം, ജീവൻ രക്ഷിച്ചതിന് താങ്ക്സ് പറയുന്നതിന് പകരം എന്തിനാ ചുമ്മാ ചൂടാവുന്നേ? ആദ്യം എന്നോട് താങ്ക്സ് പറയും, എന്നാലും ഡോർ ഓപ്പൺ ചെയ്യുള്ളൂ. എനിക്ക് വരുന്ന ദേഷ്യത്തിന് താങ്ക്സ് അല്ല ഞാൻ പറയേണ്ടത്. ആദ്യം നീ വാതിൽ തുറക്ക്. എന്നോടിപ്പോ ഒരു താങ്ക്സ് പറയുന്നതിന് എന്താ? മാഡത്തിനെ രക്ഷിച്ചതിന്റെ പുണ്യം എനിക്ക് എന്തായാലും കിട്ടും. ദൈവം എന്തായാലും എല്ലാം കണ്ടോണ്ടിരിക്കല്ലേ. ആൾക്ക് സംഭവം പിടികിട്ടി. നീ എന്നോട് ചെയ്ത മഹാ അപരാധത്തിനൊക്കെ ദൈവത്തിന് കൂട്ടുപിടിക്കാൻ ശ്രമിക്കാണോ നീ? ശരിയും തെറ്റൊക്കെ മുകളിലുള്ള ആൾക്കറിയാം. മാഡം, ആ ഈശ്വരനാണ് എനിക്ക് കൂട്ടുതന്നെ. ഇല്ലെന്നുണ്ടെങ്കിൽ മാഡത്തിന് ഇതിനുള്ളിൽ കൊണ്ടൊന്ന് പൂട്ടിയിടാൻ പറ്റുമായിരുന്നോ? ആ ദൈവം തന്നെ എന്നെ അനുഗ്രഹിച്ച് നിങ്ങളെ രക്ഷിക്കാൻ വേണ്ടി എന്നെ പറഞ്ഞയച്ചതായിരുന്നു. നിനക്ക് ഒരു ഈശ്വരന്റെയും അനുഗ്രഹം കിട്ടിയിട്ടില്ല. നിന്റെ അസൂയ മാത്രമാണ് എന്നെ ഇങ്ങനെ ഇവിടെ എത്തിക്കാൻ കാരണം. വാതിൽ തുറക്ക് തൃശൂൽ. ആയിക്കോട്ടെ ആയിക്കോട്ടെ ആയിക്കോട്ടെ. മാഡം, ഇത് നിങ്ങളുടെ പുനർജന്മം പോലെയാ. പുതിയ ജീവിതം തുടങ്ങാണെന്നുള്ള വിശ്വാസത്തിൽ പുറത്തേക്ക് ഇറങ്ങിക്കോ. മരണം അതികഠിനമായിരിക്കും. ആ സമയത്ത് നീ ചിരിക്കുന്നുണ്ടെങ്കിൽ നീ എനിക്കെതിരായി എന്തോ ചെയ്തിട്ടുണ്ട്. നീ ഇങ്ങോട്ട് വന്നത് തെളിവുകൾ ശേഖരിക്കാൻ. പക്ഷേ നീ കൈയോടെ പിടിക്കപ്പെട്ടു. ഈ ഒരവസരത്തിലും നീ പ്രതികാരത്തെ പറ്റിയാണോ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്? നിന്റെ മരണം
ആർക്കും സംശയം തോന്നാത്തതുപോലെ ഞാൻ ചെയ്തു തീർത്തോളാം. ആ ഒരു വാർത്ത നാഗലോകത്തെ ആകമാനം ഞെട്ടിക്കണം. അല്ലെങ്കിൽ എന്റെ ഇത്രയും കാലത്തെ തപസ്സെല്ലാം പാഴായി പോകുന്നതാണ്. പോകൂ, ആ സന്ദേശം അവിടെ അറിയിച്ചു വരൂ. ഏയ് നാഗമേ, നീ വിചാരിക്കുന്നത് പോലെ ഒന്നും നടക്കില്ല. നടക്കാൻ ഞാൻ അനുവദിക്കുകയില്ല. ഞാൻ ത്രയംബകനാണ്. അല്ല, ഇത് മഹാമായുടെ ശക്തിയാണ്. മാഡം, ഞാൻ നിങ്ങളെ കൂട്ടിയിട്ടു, നിങ്ങളെ വിഷമിപ്പിച്ചു, അതൊക്കെ സത്യം. പക്ഷെ എന്റെ ഉദ്ദേശം ഇതായിരുന്നു, നിങ്ങളെ രക്ഷിക്കാന്നുള്ളത്. മാഡത്തിനെ രക്ഷിക്കാൻ ഇതല്ലാതെ എനിക്ക് വേറൊരു മാർഗം അറിയില്ലായിരുന്നു. ഈ ജീവൻ എനിക്ക് അത്രയ്ക്ക് ഇമ്പോർട്ടന്റ്. എന്തായാലും മാഡത്തിന് വിഷമായെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. മാഡം നല്ല ദേഷ്യത്തിലാണെന്നും അറിയാം. ദയവായി അതിനോട് ക്ഷമിക്കും. ക്ഷമ യാചിക്കാനുള്ള യോഗ്യത പോലും നിനക്കില്ല. എന്നോട് നീ ഒന്നും സംസാരിക്കണ്ട. മാഡം, നിങ്ങൾക്ക് എന്നോട് നല്ല ദേഷ്യമുണ്ടെന്നുള്ളത് സത്യം. ഭാവിയിൽ ഒരു ദിവസം എല്ലാ സത്യങ്ങളും മനസ്സിലാവുമ്പോ എന്നെ കുറിച്ച് മാഡത്തിന് മനസ്സിലാവും. ഇത്ര വരെ അറിഞ്ഞതൊക്കെ തന്നെ ധാരാളം. ദയവേത് വഴിമാറി. ആയിക്കോട്ടെ, മാഡത്തിന് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഞാനല്ലേ, അതുകൊണ്ട് ഞാൻ തന്നെ അവിടെ കൊണ്ടുപോയി ആക്കാം. പക്ഷേ പോകുന്നതിന് മുൻപ് ഒരു കാര്യം പറയാനുണ്ട്. ഇവിടെ നടന്നതൊന്നും കൊച്ചു മുതലാളിയോടോ അതുപോലെ ആരോടും പറയാൻ നിൽക്കരുത്. ഇതെന്റെ ഒരു റിക്വസ്റ്റ് മാത്രം. നീലി ഇപ്പൊ എവിടെയാ ഉണ്ടാവുക? ഞാൻ അവളെ എവിടെ പോയാ കണ്ടെത്താം? ഇതെന്താ ഇത്? മാഡം അവിടെ തന്നെ നിന്നുകളഞ്ഞു. എന്താ മാഡം ഇവിടെ തന്നെ നിൽക്കുന്നേ? തിരിച്ചു പോകാനുള്ള വഴി അറിയാത്തോണ്ടാണോ? മാഡം, ഞാൻ ചോദിച്ചതിന് ഇതുവരെ ഒന്നും പറഞ്ഞില്ലല്ലോ നിങ്ങൾ. അതായത് നേരത്തെ പറഞ്ഞില്ലേ ഇവിടെ നടന്നതൊന്നും പുറത്ത് ആരോടും ചെന്ന് പറയരുതെന്ന്. പ്ലീസ് എന്നെ ഹെൽപ്പ് ചെയ്യും മാഡം. എന്റെ മേലുള്ള വിശ്വാസമൊക്കെ അവർക്ക് ഇല്ലാണ്ടാവും. പിന്നെ അവർക്കൊക്കെ വളരെ ടെൻഷനായിരിക്കും. എനിക്കെന്താ പറയണ്ടെന്ന് മനസ്സിലാവുന്നില്ല. മാഡം, 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 ഇത് എവിടെ പോയി? അയ്യോ, ആളെ കാണുന്നില്ലല്ലോ. ഇനി വേറെ വല്ല ഷോർട്ട് കട്ട് ഉണ്ടായിരുന്നോ? എനിക്ക് മുമ്പേ തന്നെ വീട്ടിലെത്താൻ വേണ്ടിയായിരിക്കും. അവിടെ ചെന്ന് അവിടെയുള്ള എല്ലാവരോടും എന്റെ കാര്യങ്ങൾ തുറന്നു പറയാൻ വേണ്ടിയായിരിക്കും. അയ്യോ, എങ്ങനെയെങ്കിലും ആദ്യം വീട്ടിലെത്തി അതെങ്ങനെയെങ്കിലും മുടക്കി പറ്റൂ. ഏതി കൂടെ പോവാ? മാഡം, മഹാദേവ, എന്തിനാണ് എനിക്ക് ഇങ്ങനെ ഒരു നരകശിക്ഷ തന്നത്? നീലി എവിടെയാണുള്ളത്? അവൾക്ക് എന്ത് അപകടമാണ് സംഭവിച്ചിരിക്കുക? അവളെ ഞാൻ എവിടെ ചെന്നാണ് അന്വേഷിക്കുക? അങ്ങ് തന്നെ എനിക്കൊരു മാർഗം കാണിക്കണം. നീ തന്നെ എനിക്ക് വഴി കാണിക്കണം. ഹലോ മാഡം, ശിവാനി മാഡം.
ഇത് എവിടെ പോയാള്? ശിവാനി ഇനി മുതലാളിയുടെ വീട്ടിൽ ചെന്ന് എല്ലാം എന്നെ കുറിച്ച് തുറന്നു പറയും. അത് മാത്രമല്ല, എന്റെ ഉദ്ദേശം എൻഗേജ്മെന്റ് മുടക്കാൻ വേണ്ടിയായിരുന്നു എന്നറിഞ്ഞ പിന്നെ എല്ലാം തീർന്നു. മുതലാളിക്ക് എന്റെ മേലിലുള്ള വിശ്വാസം എല്ലാം ഇല്ലാതെ ആ സ്വപ്നം നടക്കാൻ പാടില്ല. ശിവാനിയെ രക്ഷിക്കണമെന്ന് വിചാരിച്ച് എന്റെ മുതലാളിയുടെ വിശ്വാസം കളഞ്ഞ പിന്നെ എന്താവും? ശിവാനിയെ കൂട്ടിക്കൊണ്ടുപോയ സമയത്ത് എന്റെ ദേഹത്തൊക്കെ എന്തോ പോലെയായിരുന്നു. എന്തോ ഒരു പ്രത്യേക തരം ശക്തിയുള്ളവർ, വല്ലാത്തൊരു എനർജി. ഞാൻ ചെയ്തത് എന്താണെന്ന് എനിക്ക് തന്നെ മനസ്സിലായില്ല. എന്നെ കൺട്രോൾ ചെയ്യാൻ എനിക്ക് തന്നെ പറ്റിയിരുന്നില്ല. എന്തോ പ്രത്യേക തരം ഒരു ഫീലിംഗ് ആയിരുന്നു. ഞാൻ എത്ര പ്രാർത്ഥിച്ചാലും അത് നടക്കും. ഉപ്പ് തിന്നവൻ വെള്ളം കുടിച്ചല്ലേ പറ്റൂ. അയ്യോ, അച്ഛൻ വിളിച്ചോണ്ടിരിക്കാണല്ലോ. ഇനിയിപ്പോ എന്താ പറയാ? ശിവാനി അവിടെ ചെന്ന് എല്ലാം പറഞ്ഞിട്ടുണ്ടാവും. അച്ഛൻ അത് കേട്ട് എല്ലാ ദേഷ്യം എന്നോട് തീർക്കും. എന്റെ അമ്മേ, പിന്നെയും വിളിച്ചോണ്ടിരിക്കാണല്ലോ. കോൾ എടുക്കാതെ വേറെ ഒരു വഴിയില്ല. എന്ത് ചെയ്യാനാ? അച്ഛാ എന്താ? നീ എവിടെയുള്ളത്? ഫോൺ വിളിച്ചാൽ എടുക്കുകയില്ല, പറഞ്ഞ കാര്യങ്ങളൊട്ട് ചെയ്യേയില്ല. നീ ഇത് എന്ത് ഭാവിച്ച? അച്ഛാ, അത് നിന്നെ കുറിച്ച് ഒരുപാട് പ്രതീക്ഷിച്ചു. അതാ നിന്നെ മുതലാളി ഇങ്ങനെ തലയിൽ കയറ്റി വെച്ചോണ്ടിരുന്നത്. നീ ആണെങ്കിൽ അതെല്ലാം നശിപ്പിച്ചു കളഞ്ഞു. അച്ഛാ, സോറി അച്ഛാ. എനിക്ക് ഇതിന്റെ സോറി കേൾക്കണ്ട. നീ ഇപ്പൊ എവിടെയുള്ളത്? ആദ്യം നീ വീട്ടിലേക്ക് വാ. എല്ലാരും നിന്നെ കാത്തിരിക്കുക. അച്ഛാ, മുതലാളിയുടെ വീട്ടിലേക്ക് വേഗം പാടാം. ശരി അച്ഛാ, ആയിക്കോട്ടെ. ഞാനിപ്പോ തന്നെ വന്നേക്കാം. ഹലോ ശിവാനി മാഡം. അല്ല, ഇതെന്താ ഇവിടെ നിന്നത്? അതിനർത്ഥം നീലി ഇവിടെ എവിടെയാണോ ഉള്ളത്? നീലി, 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 നീലി. നീലി, 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 എന്താ പറ്റിയേ? നീലി, എന്താ പറ്റിയേ? എന്താ ഇതൊക്കെ? എന്താ, എങ്ങനെ നീ ഇവിടെ എത്തിയത്? പറ നീലി. നിന്റെ ഈ അവസ്ഥയ്ക്ക് കാരണം ആരാണ് നീലി? പറ നീലി, പറ നീലി. നീലി, മഹാദേവ, എന്താ ഇത്? നീലിക്ക് എന്താ പറ്റിയത്? നീലി എന്താ ഒന്നും സംസാരിക്കാത്തെ? നീലി, നീലി, എന്തെങ്കിലും പറ. നീലി, നിന്റെ അവസ്ഥയ്ക്ക് കാരണം ആരാന്ന് പറ. പറ നീലി, എന്നോട് പറ. പറ, പറ നീലി, എന്തായാലും പറ. നീലി, എനിക്കൊന്നും കേൾക്കാൻ പറ്റുന്നില്ല. കുറച്ചുറക്കെ പറ നീ. മഹാദേവ, നീലി എന്തോ സംസാരിക്കുന്നുണ്ട്, പക്ഷെ എനിക്കത് കേൾക്കാൻ പറ്റുന്നില്ല. ഞാൻ എന്താ ചെയ്യാ? നീലി, നീലി, പറ നീലി, നിന്നെ ഇങ്ങനെ ആക്കിയത് ആരാന്ന് പറ നീലി. നമ്മള് വിചാരിച്ചിരുന്നൊന്നും സത്യമല്ല. അവര് ശത്രുക്കളാ അവരല്ല. ആരെയും വെറുതെ വിടരുത്, വിശ്വസിക്കരുത്. നീലി, നീലി സംസാരിക്ക. നീലി, നീലി സംസാരിക്ക. നീലി,
എന്താ സത്യമല്ലാത്തത്? നമ്മുടെ പുറകെ ആരാ ഉള്ളത്? ഞാൻ ആരെയാ വെറുതെ വിടാൻ പാടില്ലാത്തത്? നീലി സംസാരിക്കേ. നീലി പറ. നീലി 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 എന്നെ നോക്ക്. നീലി 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 മഹാദേവ, ഞാൻ കാരണം എന്തൊക്കെയാ സംഭവിക്കുന്നത്? ഞാൻ കുറച്ച് നേരത്തെ എത്തിയിരുന്നെങ്കിൽ നീലി ഇങ്ങനൊരു അവസ്ഥയിൽ നിന്ന് എനിക്ക് രക്ഷിക്കാമായിരുന്നു. എന്തിനാ ഇങ്ങനൊരു ശിക്ഷ? തൃശ്ശൂരിൽ എന്നെ അവിടെ പൂട്ടിയിട്ടില്ലായിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്തിനവനിങ്ങനെ ചെയ്തേ? എന്തിനാ ചെയ്തേ? മഹാദേവ, നീലി ഈ അവസ്ഥയിൽ എത്തിച്ചതിന് കാരണം ആരാണ്? ഇവൾക്കൊന്നും എന്നോട് പറയാൻ കഴിഞ്ഞില്ല. ഞങ്ങളുടെ പുറകെയുള്ളത് ആരാണ്? ആരോട് പ്രതികാരം ചെയ്യാനാണ് പറഞ്ഞത്? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. നീലി മുതലാളി, തൃശ്ശൂര് വരുന്നുണ്ട്. എന്ത് പ്രയോജനം നന്ദീശ? ഗുരുക്കളെ കുറിച്ച് അന്ന് മുഹൂർത്തം കഴിഞ്ഞില്ലേ? എന്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും എല്ലാം തകർന്നു. ഇനിയിപ്പോ ആര് വന്നാലെന്താ? ക്ഷമിക്കണം മുതലാളി, എല്ലാം എന്റെ മോൻ കാരണം. അവനൊന്ന് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും നടക്കില്ലായിരുന്നു. തെറ്റാര് ചെയ്തു എന്നുള്ളതിലല്ല കാര്യം നന്ദീശ. ജീവിതത്തിൽ ആദ്യമായിട്ട് ഗുരുക്കള് പറഞ്ഞേൽപ്പിച്ച ഒരു കാര്യം നടക്കാതെ പോയല്ലോ എന്ന് ഓർക്കുമ്പോഴാ. തൃശ്ശൂര് വന്നു. നീ എന്താടേ ചെയ്തത്? നീ ആരാന്ന് നിന്റെ വിചാരം? നിന്നെ കൊണ്ട് എന്തിനു കൊള്ളാം? ഈ വീട്ടിലെ അവസ്ഥ എന്താ നീ കണ്ടോ? മുതലാളിയുടെ അവസ്ഥ കണ്ടോ? മിണ്ടി പോരുത്. മുതലാളിക്ക് എത്രമാത്രം വിശ്വാസമായിരുന്നു നമ്മളെ. ഒരു കാര്യം ഏൽപ്പിച്ച ആത്മാർത്ഥമായിട്ട് ചെയ്യുമെന്നുള്ള വിശ്വാസം ഉണ്ടായിരുന്നു. ഇപ്പൊ നീ ആയിട്ടത് കളഞ്ഞു കുളിച്ചു. മുതലാളിയോട് എന്ത് പറയും? നിന്നെ ഞാൻ സോറി അച്ഛാ. സോറിയോ? ആർക്ക് വേണം സോറി? സോറി പറഞ്ഞ ഈ പ്രശ്നത്തിനൊക്കെ പരിഹാരമാവോ? പറയടാ, പറഞ്ഞു തുലയ്ക്ക്. നന്ദീശ, അതല്ല മുതലാളി. നീ ഒന്നും മിണ്ടായിരുന്നേ. അവന് പറയാനുള്ള സമയം കൊടുക്ക്. ശിവാനിയെ കൂട്ടിക്കൊണ്ട് വരാമെന്നും പറഞ്ഞ പോയ നീ എന്താ ഇപ്പൊ ഒറ്റയ്ക്ക് വന്നിരിക്കുന്നു? സമയം എത്രയെന്ന് അറിയോ നിനക്ക്? എവിടെയായിരുന്നു നീ? പറയണം. അച്ഛാ, തൃശൂൽ, നീ എന്താണ് ഈ ചെയ്തേ? നീ ശിവാനിയെ കൂട്ടിക്കൊണ്ടിരാന്ന് പറഞ്ഞ് പോയിട്ട് ഇത്ര നേരം നീ അവിടെ എന്തെടുത്തോണ്ടിരിക്കായിരുന്നു? എന്നിട്ട് ശിവാനി അവിടെ? അല്ല, അപ്പോ ശിവാനി മാഡം ഇത്ര നേരമായിട്ട് ഇവിടേക്ക് എത്തിയില്ലേ? നീ എന്താ ഇങ്ങനെയൊക്കെ പറയുന്നത്? ശിവാനിയെ കൂട്ടിക്കൊണ്ട് വരാമെന്നും പറഞ്ഞ് പോയത് നീയല്ലേ? എന്നിട്ട് നീ ഇങ്ങനെ ചോദിച്ചാൽ എങ്ങനെ? അത് തന്നെ മുതലാളി, ശിവാനി മാഡം എന്റെ കൂടെ വന്നില്ല. വന്നില്ല എന്ന് വെച്ചാൽ? അത് മുതലാളി, ഞാൻ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടി വീട്ടിലേക്ക് പോയതാ. പക്ഷെ ഞാൻ എത്ര വിളിച്ചിട്ടും പുറത്തേക്ക് വന്നില്ല. അതുകൊണ്ട് ഞാൻ തിരിച്ചു പോകുന്നത്. തൃശൂൽ, നീ എന്തൊക്കെയാടാ ഈ പറയുന്നത്? അളിയ, എന്റെ ഒരു സംശയം എന്ന് പറയുന്നത് ഇവൻ ആ വീട്ടിലേക്ക് പോയിട്ടുണ്ടോ എന്നാണ്. തൃശൂൽ, ഇല്ല മുതലാളി, ഞാൻ സത്യത്തിൽ അവിടേക്ക് പോയതാ. പക്ഷെ എത്ര വിളിച്ചിട്ടും അവർ പുറത്തേക്ക് വന്നില്ല. ഞാൻ കുറെ നേരം കാത്തു നിന്നിട്ട് മടുത്തിട്ട് പിന്നെ തിരിച്ചു വന്നത്. റെഡി, ഞാൻ അവിടെ പോയി നോക്കിയിട്ട് വരാം. അത് ശരിയാ, ഞാനും കൂടെ വരാം. വാ. ശിവാനി, ശിവാനി! കൊച്ചുമുതലാളി, അവര് വന്നിട്ടില്ലെന്നാ തോന്നുന്നത്. തിരിച്ചു വന്നിട്ടില്ലെന്നോ? അവര് പുറത്തു പോയെന്നാണ് നീ പറയുന്നത്. ബട്ട് നീയല്ലേ പറഞ്ഞേ അവരകത്തുണ്ട്, പുറത്തേക്ക് വരുന്നില്ല എന്ന്? അയ്യോ, അങ്ങനെയല്ല കൊച്ചുമുതലാളി. ഇത്രയും നേരമായിട്ടും വാതിലിൽ മുട്ടിയിട്ടും തുറന്നില്ലല്ലോ. അതുകൊണ്ട് അവര് പുറത്തേക്ക് ഇറങ്ങിയതായിരിക്കും ചുമ്മാ തോന്നിയത്. തൃശ്ശൂരിൽ ഗസ് ചെയ്യാനുള്ള സമയമല്ല ഇത്. ഓക്കെ,
ശിവാനി ശിവാനി ഞാൻ ഈ വാതിൽ പൊളിക്കാൻ പോവാ. അയ്യോ ഓക്കെ ബോസ് ബോസ് നിക്ക്. വേണ്ട, അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കൈക്ക് വല്ലതും പറ്റില്ലേ? മാറ്, ഞാനൊന്ന് ശ്രമിച്ചു നോക്കട്ടെ. മാറ്, ഞാൻ തുറന്നുതരാം. നീ എന്താ ഈ ചെയ്യുന്നേ? ഒന്ന് നിക്ക് ബോസ്. ഇതൊക്കെ നീ എവിടുന്നാണ് പഠിച്ചത്? അങ്ങനെ പഠിച്ചതൊന്നല്ല ബോസ്. നമ്മൾ സിനിമയിലൊക്കെ കാണുന്നത് പോലൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കിയതല്ല ഞാൻ. ഇപ്പൊ ഓപ്പൺ ആയില്ലേ, നമുക്ക് നോക്കാം. ശിവാനി തൃശൂർ, നീ എവിടെയൊക്കെ നോക്കാം, ഞാൻ മോളിപ്പോ നോക്കാം. ഓക്കെ ശിവാനി. മാഡം മാഡം ഇത് എവിടെയാ? തൃശൂൽ. കൊച്ചുമുരളി നോക്കിയിട്ട് എവിടെയും കാണുന്നില്ല.